ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ പോസ്റ്റാണ്. അതിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്, നല്ല വേക്കൻസിയാണ്. അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇടേണ്ടതല്ലായിരുന്നു, ഞാൻ ഇടത്തുമില്ലായിരുന്നു. 2-3 ദിവസം മുന്നേ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നതാ, ഞാൻ പക്ഷെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചേ ഇല്ല. പക്ഷെ ഇന്നൊരു കാൻഡിഡേറ്റ് എനിക്ക് ഫോണല്ലേ എനിക്ക് മെസ്സേജ് ചെയ്ത്, ആ കാൻഡിഡേറ്റ് ഇത് കാണുന്നുണ്ടായിരിക്കും, അപ്പം പുള്ളിക്ക് അറിയാൻ പറ്റും. എനിക്ക് മെസ്സേജ് ചെയ്ത് ഇത് ഈ ഒരു വീഡിയോ, അതായത് എസ് ബി ഐയുടെ ക്ലർക്കിന്റെ വേക്കൻസി ഒന്ന് അതിനെപ്പറ്റി, ആ വേക്കൻസിയെ പറ്റി, എസ് ബി ഐയുടെ ക്ലർക്കിന്റെ വേക്കൻസിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം എന്റെ സബ്സ്ക്രൈബിലുള്ളവർ എന്റെ ഗ്രൂപ്പിലുള്ളവരാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തള്ളിക്കളയാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കണക്ക് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമുക്കൊരു വേക്കൻസി ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഗ്രാജുവേറ്റുകാരെയാണ് വിളിക്കുന്നത്. അത് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് വളരെ നല്ലൊരു വേക്കൻസിയാണ്, ക്ലറിക്കൽ വേക്കൻസിയാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി അറിയുന്നില്ലായിരിക്കും, ഞാൻ വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണാറില്ല, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു യൂട്യൂബ് പേജിൽ ഇത് വരുന്നില്ലായിരിക്കും. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത്, അപ്പോഴത്തേക്ക് ഈ വീഡിയോ കാണാത്തത്. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് പരീക്ഷ കേരളത്തിൽ എഴുതാം, നിങ്ങളുടെ എക്സാം സെന്റർ കേരളത്തിലാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം. അതാണ് ഈ 3 ബെനിഫിറ്റ് എന്നുള്ളത്. ഇതിനകത്ത് എസ് ബി ഐയുടെ മിക്കതും ഇങ്ങനെയുള്ള ഒരു ബെനിഫിറ്റിലല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ ഇതൊന്ന് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് പരീക്ഷ എഴുതുന്നില്ലെന്ന് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, ഇത്രയും മെനക്കെട്ട് ഈ വീഡിയോ ഇടുന്നത്. ആ ഒരാൾക്ക് പ്രയോജനപ്പെടട്ടെന്ന് കരുതിയാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്കൊരു പക്ഷെ പേടിയായിരിക്കും എക്സാം എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ അതിനു മുന്നേ നിങ്ങളെ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് ക്ലർക്ക് തന്നെയാണ്, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്നാണ് ഇതിന്റെ ഡെസിഗ്നേഷൻ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഓരോ സ്റ്റേറ്റ് വൈസിലുള്ള ഒരു വേക്കൻസിയാണ് ഈ കാണിക്കുന്നത്. ഗാന്ധിനഗർ എത്രയാ, അമരാവതി എത്രയാ, ബാംഗ്ലൂർ എത്രയാ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ പറ്റും തിരുവനന്തപുരം, കേരളത്തിൽ ഏതാണ്ട് 247 വേക്കൻസി ഉണ്ട്. മോശമാണ്, കേരളത്തിൽ മാത്രമായിട്ട് ഗ്രാജുവേറ്റിന് മാത്രമായിട്ട് 247 വേക്കൻസി ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു പേടി കാണുമായിരിക്കും, എങ്ങനെ നമ്മൾ എക്സാം എഴുതുമെന്ന്. അതിനുള്ള ഒരു കാര്യം ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതാനുള്ള ഒരു പോംവഴി ഞാൻ ഇതിനകത്ത് നിങ്ങളുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. അത് കണക്ക് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് ആദ്യം കടക്കാം. എസ് ബി ഐ ക്ലർക്ക് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ഈസ് ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എലിജിബിൾ ആപ്ലിക്കൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് ജൂനിയർ അസോസിയേറ്റ് ഓൺ ഓർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ നെയിം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പോസ്റ്റ് നെയിം ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ്, മൊത്തത്തിൽ പറഞ്ഞ ക്ലർക്ക്. ഇതിന്റെ മൊത്തം വേക്കൻസി ആൾ ഓവർ ഇന്ത്യയിലുള്ള ഒരു വേക്കൻസിയാണ്. 5180 വേക്കൻസി ഉണ്ട്. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 6-ാം തീയതി തൊട്ട് തുടങ്ങി. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതി. ഈ 26-ാം തീയതി തീരും. അതിനു മുന്നേ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ചെയ്യാം നിങ്ങൾ. പേ സ്കെയിൽ എന്ന് പറയുന്നത് 24,050 രൂപ തൊട്ട് 64,450 രൂപ വരെയുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 20 തൊട്ട് 28 വയസ്സുള്ളവർക്ക് ഇത് ഇവിടെ അപേക്ഷിക്കാം. 20 വയസ്സ് തൊട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 20 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നല്ല കണക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS 750 രൂപ ആപ്ലിക്കേഷൻ ഫീസാണ്. SC ST PH അതിന് ഇല്ല, ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പേ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 എക്സാം ഉണ്ടായിരിക്കും. ഫേസ് 1 പ്രിലിമിനറി എക്സാം ഉണ്ട്, ഫേസ് 2 മെയിൻ എക്സാമിനേഷൻ. ഇങ്ങനെ 2 എക്സാം ഉണ്ട്. ആ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സാം നിങ്ങൾക്ക് എങ്ങനെ
ടഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നതിനെ പറ്റി ഞാൻ എക്സാം നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ മുന്നിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. അപ്ലൈ മോഡ് ഓൺലൈനാണ്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഈ നോട്ടിഫിക്കേഷനിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു എക്സാം സെന്റർ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എക്സാം സെന്റർ ഉണ്ടെന്ന് അത് ഞാൻ കാണിക്കാം. ഇവിടെ എക്സാം സെന്റർ പറയുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് മീഡിയം എക്സാമിനേഷൻ അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് അപ്ലൈഡ് ഫോർ. ഇവിടെ നമുക്ക് നോക്കാം, കേരളത്തിന് നോക്കാം. ഇവിടെ കേരള പറയുന്നുണ്ട്. 15ാമത്തെ നമ്പറിൽ കേരള പറയുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതും, മലയാളം അറിയാമെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതും. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് എന്ന് ആ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. അപ്പം ഇതിന്റെ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് മെയിൻ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇവിടെ എക്സാമിന്റെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയാൽ മതി. ഈ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പകുതി ഇതിനകത്ത് വിജയിച്ച് ബാക്കി പകുതി ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള, അതായത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുവാനുള്ള ബുക്കുണ്ട്. അത് എല്ലാവരും വാങ്ങിക്കുന്നതാണ്. അതിനകത്ത് അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ SBIയുടെ ഈ പ്രിലിമിനറി അല്ലെങ്കിൽ ഫൈനൽ എക്സാമിന്റെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് മൊത്തം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ബുക്കിന്റെ ഇത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ബുക്ക് നോക്കണം. ആ ബുക്ക് നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണം. ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഇത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതിനകത്ത് ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ബുക്ക് നിങ്ങൾ നല്ല കണക്ക് പഠിച്ചാൽ മതി. ആ ബുക്കിനകത്ത് കുറച്ച് എന്നിട്ട് അവർ പറയുന്നത് 20 വർഷത്തെ പരീക്ഷയുടെ ഈ SBI എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് കണക്ക് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. പിന്നെ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ള പുതിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 750 രൂപ ഫീസ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബുക്ക് കൂടെ വാങ്ങിക്കണമെന്ന് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറയാം ഇതെങ്ങനെയാണ്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കമൻസ്മെന്റ് ഓഫ് ലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ 6 ആഗസ്റ്റ് 25. ക്ലോസർ ഓഫ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 26 ആഗസ്റ്റ് 25. ക്ലോസർ ഫോർ എൻഡിങ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ 26 തന്നെയാണ്. ബാക്കി ലാസ്റ്റ് ഡേറ്റ് ഫോർ പ്രിന്റിംഗ് ആപ്ലിക്കേഷൻ, പ്രിന്റ് എടുക്കാനും അതിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് വരെ ഓൺലൈൻ ഫീ പേയ്മെന്റ് 6/8 തൊട്ട് 26/8 വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പേജിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനു മുന്നേ SBIയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആ ഏത് പാസ്വേഡ് ആയിരുന്നു നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ലോഗിൻ നെയിം ആയിരുന്നു അത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സെക്യൂരിറ്റി കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആവും. ഇല്ല നിങ്ങൾ എനിക്ക് തോന്നുന്ന 99% പുതിയ ആൾക്കാർ ആരും ഇങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാറില്ല. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് വന്ന് ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കണം, ഇവിടെ കൺഫേം ഫസ്റ്റ് നെയിം കൊടുക്കണം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. കൺഫേം മിഡിൽ നെയിം കൊടുക്കണം, ലാസ്റ്റ് നെയിം പിന്നെ കൺഫേം ലാസ്റ്റ് നെയിം കൊടുത്ത് വളരെ സിമ്പിൾ ആണ് ഇത് അപേക്ഷിക്കുന്നത്. യെസ് ഓറിന് കൊടുത്താൽ മതി. മൊബൈൽ നമ്പർ കൊടുക്കണം, കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കണം, ആൾട്ടർനേറ്റീവ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അവിടുന്ന് കൺഫേം ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ IDയിൽ ഇപ്പം ഇമെയിൽ ഐഡിയിൽ നിങ്ങളുടെ ഡൊമിൻ നെയിം എന്ന് പറയുന്നത് എന്റെ തോമസ് 2020 NIT. അപ്പൊ ഇതിൽ കൊടുക്കേണ്ടത് THOMAS 2020.NIT വരെ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ gmail.com എന്ന് കൊടുക്കുക. ഇവിടെ ഓരോന്നും ചോദിക്കുന്നുണ്ട്. ഇവിടെ gmail.com നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ കൺഫേം ഇമെയിൽ ID ഒരിക്കൽ കൂടി നിങ്ങൾ എഴുതുക. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇത് എടുത്ത്, അപ്പം ഇവിടെ നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് ഈ ചോദിക്കുന്ന ക്യാപ്ച ഇവിടെ ഫില്ല് ചെയ്യുക. F3D77 ഇത് കൊടുത്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് ഇവിടെ ഡീറ്റെയിലുകളെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റിൽ പോവുകയാണ്. ആർ യു ഷുവർ ഓക്കെ കൊടുത്ത് ഇപ്പൊ ഈ സെക്കൻഡ് പേജിലേക്ക് വന്ന് ഇവിടം വരെ ഞാൻ പറഞ്ഞു തരാം. കാര്യം ഇവിടെ ഇച്ചിരി ടഫാണ്. ബാക്കി യെസ് ഓർ നോ കൊടുത്ത് പോയാൽ മതി. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ സിഗ്നേച്ചർ
ഇത് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചൂസ് ഫയൽ എന്നുണ്ട്. ഇവിടെ സ്കാനഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ്. അത് നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല ഫോട്ടോ നല്ലപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷനിൽ ഫോട്ടോയുടെ മെഷർമെന്റും ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് അത് കണക്ക് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആ ഒരു മെഷർമെന്റിൽ, ആ ഒരു കപ്പാസിറ്റിയിൽ അത് ആ ഒരു മെഷർമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പം ഇവിടെ ഈ സ്കാനേഡ് ഫോട്ടോഗ്രാഫ് കാൻഡിഡേറ്റ് എന്നുള്ളത് ഇവിടെ ചെയ്യണം. ഇവിടെ പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ഒരു ചെറിയ കഷ്ണം പേപ്പറെ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്ത് അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം. ആ ഫോട്ടോ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ക്യാപ്ചർ ഫോട്ടോ യൂസിങ് വെബ് ക്യാമറ, നിങ്ങൾക്ക് വെബ് ക്യാമറ വഴി നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ നിങ്ങളുടെ ഫോട്ടോ എടുക്കുവാനായിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഒന്നുകിൽ നിങ്ങൾ ആ ഫോട്ടോ എടുത്തു വെച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാമറ വഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ എടുത്തു വെക്കണം. JPG ഫയലിൽ സിഗ്നേച്ചർ നിങ്ങൾ ചെയ്തു വെക്കണം. ആ JPG ഫയലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നെക്സ്റ്റിൽ പോവുക. അപ്പം ഇതിന് മുന്നോട്ടുള്ളത് നിങ്ങൾ 2-3 പേജ് കൂടെ ഉണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന ബേസിക് ഇൻഫോർമേഷൻ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്, പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം ബേസിക് ഇൻഫോർമേഷൻ ചെയ്താലേ നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കംപ്ലീറ്റ് ആയാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ പ്രിവ്യൂ കാണിക്കുക. നിങ്ങൾക്ക് ഈ 3-ാമത്തെ പേജേ ഉള്ളൂ. അതിനകത്ത് യെസ് ഓർ നോ ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. പിന്നെ പ്രിവ്യൂ ഉണ്ട്, പിന്നെ അപ്ലോഡ് ചെയ്യണം, ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യണം, പിന്നെ പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, എന്നാ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.